രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം പരാതിക്കാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇരകളെ നേരിൽ കണ്ട് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ സംഭാഷണമൊക്കെ പുറത്തു വന്നവരെ ചോദ്യം ചെയ്യണം. വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതൊക്കെ തലങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം? ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇന്നലെ ലഭിച്ച പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. ഇന്ന് ഈ ആഴ്ച തന്നെ പരാതിക്കാർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷവും ആരും പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താത്തത് ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരാതി നേരിട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗർഭചിത്രം നടത്തിയ വിഷയത്തിൽ ഉൾപ്പെടെ ഈ നിയമോപദേശം തേടിയതിനു ശേഷം അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നുകൂടി, അതായത് പരാതി ലഭിക്കാതെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന കാര്യം നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ടടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് അന്വേഷണ സംഘം യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളായിരിക്കും വിശദമായി ചർച്ച ചെയ്യപ്പെടുക. ആകെ ലഭിച്ച 13 പരാതികളാണ് ഉള്ളത്. അതിൽ 10 പരാതികളും ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്ന പരാതികളാണ്. ആ പരാതികൾ ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. അതിനു പുറമെ മാധ്യമങ്ങളിലൂടെ പരസ്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ 3 പേരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനുള്ള നീക്കം ഈ ആഴ്ച തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ അന്വേഷണം, അതിന് പരാതികളുണ്ട്, പക്ഷേ ഈ പറഞ്ഞ ഇരകളായ വനിതകൾ അവർ മൊഴി നൽകേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായൊക്കെ ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഒരുപാട് നടന്നതാണ്. ഒടുവിൽ അത് പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥ നമ്മുടെ പോലീസ് സംഘത്തിന് വന്നു. സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതല്ലോ. അപ്പോൾ സ്വാഭാവികമായി മറ്റ് തെളിവുകളിലേക്ക് പോവുക, മറ്റ് നിയമവശങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് അതിൽ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അത്തരം ശക്തമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് മറ്റു വഴികൾ കൂടി, ഇരകളുടെ മൊഴി ഇല്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്കും നീങ്ങേണ്ടി വരുമല്ലോ ഡാൻ. അതായത് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 പ്രകാരം ഗർഭചിത്രം നടത്തുന്നതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. അത് ഈ അമ്മയുടെ ജീവന് ഹാനിയുണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുഞ്ഞിന്റെ ജീവന് ഹാനിയുണ്ടാകും, ഇങ്ങനെ പ്രത്യേകമായി ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗർഭചിത്രം നടത്താൻ ഡോക്ടർ അനുവാദം നൽകാൻ പാടുള്ളൂ എന്നാണ് അതിലെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കം ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇങ്ങനെ ഒരു നിയമോപദേശം തേടുന്നതും ആ വിദഗ്ധോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എങ്ങനെ വേണം, പരാതി ലഭിച്ചില്ല എങ്കിൽ കൂടി തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലേക്കൊരു ധാരണയിലെത്താൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ഗർഭചിത്രം നടത്തിയത് ഡോക്ടറുടെ അനുമതിയോടെ അല്ല എന്നൊരു സാഹചര്യം വല്ലതും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ യുവതികൾ കൂടി പ്രതികളാകുന്ന, അല്ലെ യുവതി കൂടി പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അതടക്കമുള്ള പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. ഡാനൊപ്പം ഈ വനിതാ മാധ്യമ പ്രവർത്തകർ 4 പേരാണ് എന്ന് മനസ്സിലാകുന്നു. ഈ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അവരെ ചോദ്യം ചെയ്യുന്നതിലും പ്രായോഗികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അത്തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള നീക്കവും നടത്തേണ്ടി വരും ക്രൈംബ്രാഞ്ച് സംഘത്തിന്. മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ഈ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്നലെ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചത്. ഇവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ അടക്കം, അതായത് ഇവർ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ അടക്കം വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവർ പരാതി നൽകാൻ നേരിട്ട് തയ്യാറാകാതിരിക്കുകയോ അതല്ല എങ്കിൽ പോലീസിന് നേരിട്ട് മൊഴി നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്വേഷണ സംഘത്തിന് നേരിട്ട് അവരിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവർ തേടുന്നുണ്ട്.
ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. ഡാൻ ഗുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ യുവതികളുടെ മൊഴി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുശേഷമാകും രാഹുലിന് ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകുക എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്.